നമസ്കാരം. കഴിഞ്ഞ കൊല്ലം കൂട്ടിയിട്ടിരിക്കുന്ന വിറകാണ് കേട്ടോ. വിറകിൻ്റെ ഉപയോഗം ഇവിടെ ഇല്ലാത്ത കാരണം അതൊക്കെ കിടന്ന് ചെതലിട്ടു. ചെതലൊക്കെ തട്ടി കളഞ്ഞു, വീണ്ടും ചെതൽ വന്നു. ഓലയൊക്കെ കഴിഞ്ഞ വർഷം കെട്ടി വെച്ചിരിക്കുന്ന ചൂട്ട്. ഇത് ഓരോ പ്രാവശ്യവും തേങ്ങയിടുമ്പോൾ വെട്ടിയിടുന്ന പട്ടകളാണത്. തേങ്ങ പൊതിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ചകിരി. ഇതിൻ്റെ ഇരട്ടി ഈ ഷെഡിനകത്ത് ചാക്കുകളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചിരട്ടകളൊക്കെ ഉണ്ട്. ചിരട്ടയൊക്കെ മുകൾക്ക് കുറച്ചൊക്കെ കൊടുത്തു വിട്ടു. 2 ചാക്ക് ചകിരിയും ചിരട്ടയൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനി ആരംഭിക്കാം, തുടങ്ങാം. എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഇഷ്ടമാണ്. പിന്നെ 2 ആൾക്ക് വേണ്ടി എന്തോന്ന് അടുപ്പ് കത്തിക്കൽ. ആകെ നാഴിയരിയിട്ട് വെക്കണം. അത് കുഞ്ഞു കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതായി. ഇനിയിപ്പോൾ അത് കാരണം അടുപ്പ് പോലും ഉപേക്ഷിച്ച മട്ട ഞങ്ങൾ. ഇനിയിപ്പോൾ വീണ്ടും അടുപ്പിലേക്ക് തന്നെ തിരിയണം. പിന്നെ അടുപ്പിലായാലും ഈ പുകയില്ലാത്ത അടുപ്പാണ് ഞങ്ങളുടെ അടുപ്പ്. അത് കുക്കറൊക്കെ വയ്ക്കാം, അത് കാരണം കുഴപ്പമില്ല. മറ്റ് സാധാരണ അടുപ്പാണെങ്കിൽ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിയൊക്കെ മുകളിലേക്ക് കയറി പിടിക്കും. ഇത് മൂട്ടിൽ മാത്രമല്ലേ ആവുള്ളൂ. അപ്പം ഇനി അടുപ്പ് നന്നാക്കി എടുക്കണം. ഇത് പുകയില്ലാത്ത അടുപ്പാണെങ്കിലും പഴയ മോഡൽ അടുപ്പായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ അടർന്നു പോയി. അതാ പിന്നെ നമ്മൾ ഉപയോഗിക്കാത്തത്. പിന്നെ ആവശ്യമില്ല, മെയിനായിട്ടുള്ള വിഷയം അതാണ്. അപ്പോൾ നമ്മൾ വിറക് കത്തിച്ച് അതിന് പിന്നാലെ നിന്ന് അതിന് സമയം കളയാൻ മാത്രമുള്ള അത്യാവശ്യമില്ലല്ലോ ഇവിടെ. അടുപ്പത്ത് ചോറ് വയ്ക്കുന്ന, അതായത് കുറേ അരിയൊക്കെ ഇട്ട് ചോറ് വയ്ക്കുന്ന ആൾക്കാർക്കാണ് അടുപ്പ് മസ്റ്റായിട്ടുള്ളത്. ഇപ്പോൾ ഗ്യാസിന് മുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് വിഷയമല്ല. നമ്മളൊക്കെ ചെറുപ്പത്തിലേ തന്നെ വിറകടുപ്പിൽ പാചകം ചെയ്ത് ശീലിച്ചിട്ടുള്ള കാരണം വിഷയമില്ലാതൊന്നും. ഗ്യാസിൻ്റെ ക്ഷാമത്തിന് അതിനും പ്രധാനമന്ത്രിക്ക് കുറ്റം. യുദ്ധം അപ്രതീക്ഷിതമായി വന്ന് അതിനെല്ലാം ക്ഷാമം വന്ന് ഗ്യാസൊക്കെ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തി കൊണ്ടുവരുന്ന ആ പാത അടച്ച് അതിനൊക്കെ മോദിക്ക് എന്താ പണി? ഓരോരുത്തരുടെ ചോദ്യമാണ്. ഇതൊക്കെ ആവശ്യമില്ല, കളക്ട് ചെയ്ത് വെക്കണ്ടേന്ന്. കളക്ട് ചെയ്ത് വെക്കുന്നതിനൊരു പരിധിയില്ലേ? എത്ര നാൾ യുദ്ധം നീണ്ടു നിൽക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്.